5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇതിൽ വളരെ വ്യത്യസ്തമായ മറ്റൊരു സബ്ജക്റ്റാണ് സുഭാഷിതം ചർച്ച ചെയ്യുന്നത്. ഇസങ്ങൾ, ഗാന്ധിസം, കമ്മ്യൂണിസം, ബുദ്ധിസം, ഇങ്ങനെ ഒരുപാട് ഇസങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ സത്യസന്ധമാണോ? ഇത് തികച്ചും അന്ധവിശ്വാസമല്ലേ? കാരണം ശാസ്ത്രത്തിൻ്റെ രീതിയിൽ പറയുന്ന ശാസ്ത്രത്തിൻ്റെ രീതി എന്താണ്? നേരിട്ട് കാണണം, കണ്ടനുഭവിക്കണം, അത് പലയിടങ്ങളിൽ പരീക്ഷിക്കണം, അത് പരീക്ഷിച്ച സ്ഥലങ്ങളിലെല്ലാം വിജയിക്കണം, പരീക്ഷണ വസ്തുക്കളിലെല്ലാം വിജയിക്കണം. അങ്ങനെ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് വിജയിച്ച കാര്യങ്ങൾ മാത്രമേ ശാസ്ത്രത്തിൻ്റെ പരിധി ഉൾപ്പെടുള്ളൂ. അപ്പോൾ പിന്നെ ഈ കമ്മ്യൂണിസമൊക്കെ ശാസ്ത്രീയമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏതായാലും ബുദ്ധിസമായാലും കുറേ തത്വങ്ങളാണ്, കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിനപ്പുറം കാമക്രോധ ലോപമോഹങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യർ, അധികാരത്തിനും സമ്പത്തിനും അതുപോലെ തന്നെ പദവിക്കുമൊക്കെ വേണ്ടി ഓടുന്ന മനുഷ്യർ, അതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ ഇസങ്ങളുടെ പുറകെ പോയി പുതിയ ലോകം വരുമെന്ന് ഒരു കാൽപ്പനികതയല്ലേ? അങ്ങനെ വരുമോ? അങ്ങനെ വന്നാൽ പിന്നെ മാനവരാശി നിലനിൽക്കുമോ? ഈ പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യമല്ലേ പ്രപഞ്ചം. അങ്ങനെ പ്രപഞ്ചമുള്ളിടത്തോളം കാലം വൈവിധ്യം ഉണ്ടായിരിക്കും, ഹൈറാർക്കി ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നാം കേട്ടിട്ടില്ലാത്ത, നാം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് പറയുന്നതല്ലേ ഈ ഇസങ്ങളൊക്കെ. കമ്മ്യൂണിസം തന്നെ നോക്കൂ, അതിരുകളില്ലാത്ത ലോകം വരും, അവിടെ വല്ലാത്തൊരു പൂങ്കാവനമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭാവനയിലൂടെ കണ്ട് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാടുണ്ടോ? ചില മതങ്ങളിൽ സ്വർഗത്തിൽ പോയാൽ ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുമെന്നും സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഭൂമിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അങ്ങനെ മതങ്ങൾ പറയുമ്പോൾ അത് തെറ്റാണ്, വിശ്വസിക്കാൻ പാടില്ല എന്ന് ശാസ്ത്രവാദികളും യുക്തിവാദികളും പറയുന്നില്ലേ? അപ്പോൾ മതങ്ങളിൽ സ്വർഗമുണ്ടെന്നൊക്കെ പറയുന്നത് എവിടെയാണെന്ന് നമുക്കറിയില്ല, ആരും കണ്ടിട്ടില്ല. കാണാത്തതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കരുത്. 200 വർഷമായി കമ്മ്യൂണിസം വന്നിട്ട്. കമ്മ്യൂണിസമല്ല, കാറൽ മാർക്സിൻ്റെ മൂലധനം ദാസ് ക്യാപിറ്റൽ വന്നിട്ട് 200 വർഷം കഴിഞ്ഞു. 200 വർഷം ലോകം ആഘോഷിച്ചു. ഒരു പഞ്ചായത്തിൽ പോലും ഇത് എങ്ങനെ ഇരിക്കും, ഇത് ഉപ്പാണോ പുളിയാണോ മധുരമാണോ, ഇതെങ്ങനെ ഇരിക്കുമെന്നൊരു ഗ്രാമപഞ്ചായത്തിൽ പോലും ചെയ്തു നോക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇതിൽ ആളുകൾ ഇത്രയും വിശ്വസിക്കുന്നത്? മറ്റ് ദുഃഖങ്ങളുള്ളതുകൊണ്ട്, സങ്കടങ്ങളുള്ളതുകൊണ്ട്, ചൂഷണമുള്ളതുകൊണ്ട് ഇത് വന്നാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കും. വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നതും വന്നു എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ കണ്ടു എന്നുള്ള നിലയിൽ വിശ്വസിക്കുന്നതിന് തമ്മിൽ വ്യത്യാസമല്ലേ? ഇതെവിടെയാണ് വന്നിരിക്കുന്നത്? ഈ ഭൂമുഖത്തൊരിടത്ത് വന്നില്ല എന്ന് മാത്രമല്ല, വരുത്താൻ ശ്രമിച്ചിടത്തൊക്കെ തിരിച്ചടികളുണ്ടായി. സോവിയറ്റ് റഷ്യ അടക്കം എടുത്തോളൂ. അപ്പോൾ ചോദിക്കും, ചൈന പോലുള്ള രാജ്യങ്ങൾ നിൽക്കുന്നില്ലേ? അവിടുത്തെ ജനാധിപത്യത്തെക്കുറിച്ച് വേറെ ചർച്ച ചെയ്യണം. വളരെ ഗൗരവമായ ചില ചർച്ചകളാണ് വേണ്ടത്. അപ്പോൾ എന്താണ് മാനവരാശിക്ക് വേണ്ട പുതിയ തത്വം? ഇതൊക്കെയാണ് ഡോക്ടർ MP പരമേശ്വരനും K വേണുവും അങ്ങനെ തുടങ്ങിയ നിരവധി ആളുകൾ പറയാൻ ശ്രമിച്ചത്. അവിടെ പറച്ചിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അവർ പറയാൻ ശ്രമിച്ചു. MN വിജയൻ മാഷുമൊക്കെ പറയാൻ ശ്രമിച്ചു. എന്താണ് ഈ ഇസങ്ങളിൽ അഭിരമിക്കുന്ന, ഇസങ്ങളെ അന്ധമായി വിശ്വസിക്കുന്ന ആളുകൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ഇതെങ്ങനെ ഇരിക്കും? ഇതിൻ്റെ സിദ്ധാന്തം എന്താണ്? ഇതിൻ്റെ സൈദ്ധാന്തിക തലം എന്താണ്? ഇതിൻ്റെ പ്രായോഗിക തലം എന്താണെന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് എവിടെയെങ്കിലും പ്രയോഗിക്കുന്നില്ല? സമ്പൂർണ്ണമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകളുള്ള പഞ്ചായത്തുകളിൽ പോലും ഇതൊന്നും പരീക്ഷിച്ചെടുക്കാൻ കഴിയുന്നില്ല. കേരളത്തിൽ കല്യാശ്ശേരി എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് ആദ്യമായി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വലിയ പർദീസ, വലിയ ബഹളമുണ്ടാക്കിയത്. ഗ്രാമപഞ്ചായത്തിന് കണക്കെടുത്താൽ മുഴുവൻ പേരും കമ്മ്യൂണിസ്റ്റ് പ്രതിനിധികൾ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സംസ്ഥാന നേതാക്കളടക്കം പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരു പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി. അവിടെ പോലും 10-25-30 വർഷമായി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടിത് സംഭവിക്കുന്നില്ല? അപ്പോൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഇസങ്ങളെ പിന്നാലെ ആളുകൾ പോകുന്നു. ആ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടുമില്ലാത്ത ഇസങ്ങൾ എങ്ങും പ്രയോഗിച്ചിട്ടില്ല. പ്രയോഗിച്ച സ്ഥലത്തൊക്കെ വലിയ പരാജയത്തിലേക്ക് പോയി. എന്നിട്ടും അതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ അതൊരു തരം അന്ധവിശ്വാസമല്ലേ?
മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നതാണോ? ഉള്ളതിൽ മെച്ചം, ഉള്ളതിൽ നല്ലത് എന്ന് ചിന്തിച്ച് പോകുന്നതാണോ? ഗൗരവമായി ചർച്ച ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താണ് മാനവരാശിയുടെ മോചനത്തിനുള്ള പുതിയ മാർഗം? അവിടെയാണ് ആത്മീയതയും ആത്മനിഷ്ഠയും ആത്മബോധവും ഒക്കെ ചർച്ചയ്ക്ക് വരുന്നത്. മനുഷ്യൻ്റെ പരിമിതപ്പെടലിനെക്കുറിച്ചും അഹിംസയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകൾ കയറി വരികയും ഒരു തുല്യതയെന്ന് പറഞ്ഞാൽ എല്ലാം തുല്യമാക്കി കൊണ്ടുപോകാൻ കഴിയില്ല, അത് വേറൊരു വിഷയം. എങ്കിൽ പോലും കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ആ രീതിയിൽ ചിന്തിപ്പിക്കുവാനും മനുഷ്യർക്ക് എല്ലാവർക്കും ഭൂമിയിൽ വന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയൊക്കെ വ്യത്യാസം മാറ്റിവെച്ച് ഒരു നന്മയിലേക്കുള്ള ജീവിതം നയിക്കുവാൻ ഏത് തത്വശാസ്ത്രമാണ് നമുക്ക് പ്രയോഗിക്കാൻ കഴിയുക? എന്താണ് നമ്മുടെ ചിന്ത? വന്നുപോയ തത്വശാസ്ത്രങ്ങളൊന്നും നമ്മൾ എങ്ങനെ ഇരിക്കുമെന്നത് പ്രയോഗിച്ച് കണ്ടിട്ടില്ല. എന്താണ് അതിൻ്റെ പ്രായോഗിക തലമെന്നറിയില്ല. ഇങ്ങനെ നമ്മൾ പറയുകയാണ്. അങ്ങനെ പറയുന്നതിനല്ലേ അന്ധവിശ്വാസം എന്ന് പറയുന്നത്? അപ്പോൾ ഈ ഇസങ്ങളെല്ലാം ഒരുതരം അന്ധവിശ്വാസമാണോ? ഇതിൻ്റെ യാഥാർത്ഥ്യ തലം എവിടെ? തുടക്കത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. 200-300 വർഷം കഴിഞ്ഞതിന് ശേഷവും അതിൽ വിശ്വസിക്കേണ്ടി വരുന്നു. പക്ഷെ അങ്ങനെ വിശ്വസിക്കുമ്പോഴും അതെങ്ങും ചെയ്തു നോക്കിയിട്ടില്ല. ചെയ്യാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ എവിടെയാണ് മാനവരാശിയെ വിലയിരുത്തേണ്ടത്? മനുഷ്യർക്ക് എന്താണ് സംഭവിക്കുന്നത്? എന്താണ് മനുഷ്യൻ്റെ ചിന്തകൾ? മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, ആർത്തി, അത്യാർത്തി, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടണം. ഇതെങ്ങനെ പരിഹരിക്കും? എങ്ങനെയാണ് മനുഷ്യനെ പരിമിതപ്പെടുത്താൻ പഠിപ്പിക്കുക? ഇനി പരിമിതപ്പെടേണ്ടതുണ്ടോ? മനുഷ്യൻ പരിമിതപ്പെടേണ്ടതുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ഇനി പരിമിതപ്പെടേണ്ടതുണ്ടെങ്കിൽ അതെങ്ങനെ? ഇനി അങ്ങനെ പറയുമ്പോൾ ഇതെവിടെയാണ് പ്രയോഗിച്ചത്? ഇത് പ്രയോഗിക്കാൻ പറ്റുമോ എന്നുള്ള വളരെ രസകരമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും വന്നുപോയ ഇസങ്ങളൊക്കെ, കമ്മ്യൂണിസമാവട്ടെ, മാർക്സിസമാവട്ടെ, ലെനിനിസമാവട്ടെ, മാവോയിസമാകട്ടെ, ബുദ്ധിസമാകട്ടെ, ഗാന്ധിസമാകട്ടെ, ഇവയെല്ലാം ഒരിടത്തും പ്രയോഗിച്ച് കാണാത്തത് കൊണ്ട് തന്നെ, ഒരു സ്ഥലത്തും പ്രയോഗിക്കാൻ ആരും ശ്രമിക്കാതിരിക്കുന്നതിലൂടെ തന്നെ അതൊരു അന്ധവിശ്വാസമായി തന്നെ ഇപ്പോഴും നിൽക്കുന്നു. അപ്പോഴും കുറേ ആളുകൾ അതിൽ അന്ധമായി വിശ്വസിക്കുന്നു.